ഇന്ന് ഞങ്ങൾ താമര വീട്ടിലെ ആദ്യത്തെ തൃക്കാർത്തികയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തൃക്കാർത്തിക എന്ന് പറയുമ്പോൾ ഭയങ്കര വിശേഷമാണ്. എപ്പോഴായിരുന്നാലും ഞങ്ങളുടെ നാട്ടിലെ ചെറിയ ഒരു വിശേഷമാണ്. വീട്ടിലെ ചിരാതുകളെല്ലാം ഒഴുക്കി വീടിനെ ഞങ്ങളൊരു ഭയങ്കര ഹാപ്പി മൂഡിലോട്ട് ആക്കുന്ന ഒരു ചെറിയൊരു ഫെസ്റ്റിവലാണ്. പിന്നെ കാർത്തിക പുഴുക്കൊക്കെ ചെയ്ത് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അവർ ഈവനിങ്ങിന് എത്തുകയും ചെയ്യും. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത്യാവശ്യം വീടെല്ലാം അടിച്ചുവാരി ഞാൻ ഞങ്ങളുടെ സെർവൻറ്റും ഉണ്ടായിരുന്നു, പുള്ളിക്കാരിയൊക്കെ ആയിട്ട് അടിച്ചുവാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പുഴുക്ക് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് ഞാൻ കിടക്കാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും കഴിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടുന്നു. കഴിഞ്ഞ വർഷം ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഈ കൊല്ലം കൂട്ടുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ കാച്ചിലും ചേമ്പും ചേനയും മധുരക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഈ പുഴുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കാം. കാർത്തികയ്ക്ക് പുഴുക്കെടുക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ ഇതുപോലത്തെ നാടൻ അടുപ്പിൽ കത്തിക്കാറാണ് പതിവ്. പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ഷെറിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ സംഭവം. പുകയും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അല്ലേ മഞ്ജു? പുകയൊക്കെ ഇങ്ങനെ ഒന്നായി കരിയുമ്പോഴാണ് ഇതിനൊക്കെ പുഴുക്കിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ആ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് സ്റ്റൗവിൽ തന്നെ ചെയ്യാൻ. വെന്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആള് നമുക്ക് വീട്ടിൽ കൂടുതലായിരുന്നു, ഇത്തവണ അതിക്ക് മേലെ കൂടുതലാവും എന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ആക്കാം. അപ്പം നമുക്ക് കാർത്തികയ്ക്കുള്ള പുഴുക്കിന് വിളക്കിന് വെച്ചിട്ടാണ് കാർത്തിക കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. പണ്ടൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര വെപ്പാളമാണ്, ഇത് എപ്പോൾ തിന്നാന്നുള്ളത്.
കഴിഞ്ഞ വർഷം ഞാൻ ഈ വീഡിയോയിൽ തന്നെ, കാർത്തികയുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആള് കൂടുമെന്ന്. അപ്പൊ ആ കൂട്ടിയ ആളാണിത്. ആ നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ടാറ്റാ ടാറ്റാ ടാറ്റ പറഞ്ഞു. വാ വാ. കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ ഇത് കണക്ക് കൊണ്ടുവന്നതാ. അതെ, അതിലൊക്കെ ഒന്ന് വരുന്നത്. കഴിഞ്ഞ വർഷം കാർത്തികയ്ക്ക് ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അപ്പോഴും ഉണ്ടായിരുന്നു വയറ്റിൽ ഈ ഒരാൾ. അവളിങ്ങനെ ആദ്യമായിട്ട് കാർത്തികകളൊക്കെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അരിയോര പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് മരിച്ചിനി കമ്പിലൊക്കെയാണ് അത് ചുറ്റിയിട്ട് എല്ലാ കോർണറിലും വെച്ച് ഉള്ള കൊണ്ട് ഓണം പോലെ അല്ലെങ്കിൽ ഉള്ള കൊണ്ട് കാർത്തികയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മള് ഒരിക്കൽ വെച്ച പുഴുക്കാണ്. തരാം. സാധാരണ കാർത്തികയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പുഴുക്കുണ്ടാക്കി കഴിക്കുന്നതാണ് നമ്മുടെയൊക്കെ ഒരു രീതി അല്ലേ? അവിടെ തിരുവനന്തപുരത്ത് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അടുത്ത വർഷമെങ്കിലും വരെ നടക്കുമോ? അപ്പൊ എല്ലാ കുടുംബത്തിലും ഇതൊരു കാർത്തിക ദീപം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് സന്തോഷം തരുന്നതാണ്, ദീപങ്ങൾ പോലെ തന്നെ. അപ്പൊ ഇതുപോലെ എല്ലാ ഫാമിലിയിലും സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാ അന്ധകാരത്തിനെയും നശിപ്പിക്കാൻ പവറുള്ളതാണ് ഓരോ ദീപങ്ങളും. അതുപോലെ എല്ലാ വീട്ടിലും 1000 ദീപങ്ങൾ വിരിയുന്ന ഈ ഒരു കാർത്തിക ദിവസത്തില് അയ്യോ ഞങ്ങളുടെ എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഇത് നോക്ക്, കുടുംബത്തിൽ പറഞ്ഞു തീർക്കട്ടെ അച്ഛൻ പറഞ്ഞു തീർക്കണ്ടേ. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും 1000 കാർത്തിക പറയാൻ സമ്മതിക്കുന്നത്, പക്ഷെ ഞാൻ പറയാം. അതെ, എൻ്റെ കുടുംബത്തിന് കാർത്തിക ദിന ആശംസകൾ.